വിനോദ്, അത് തന്നെയാണ് ഓരോ ദിവസവും നമ്മളിങ്ങനെ സർക്കാരിൻ്റെ ഓരോ ദൂർത്തിനെ കുറിച്ച് പറയേണ്ട ഒരു ഗതികേട് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അത്തരമൊരു അവസ്ഥയാണ് നമുക്കുമുള്ളത്. കാരണം ആ രീതിയിലാണ് ആ ദൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വയനാട്ടിൽ വലിയൊരു ദുരന്തമുണ്ടാകുന്നു. ആ ദുരന്തം ഉണ്ടായതിനു ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ 145 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നു. അതിനുശേഷമുള്ള ചില ഉത്തരവുകൾ പരിശോധിച്ചാൽ ഈ പണം എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാക്കാൻ കഴിയും. 30-ന് ദുരന്തമുണ്ടാകുന്നു, 31-ന് കേന്ദ്ര സർക്കാർ 145 കോടി രൂപ അനുവദിക്കുന്നു. അതിനുശേഷം തിരക്കിട്ട് 4-ാം തീയതിയാണ് ഒരു ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഒരുപക്ഷെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയത്. നവകേരള സദസ്സിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ബ്രോഷറുകളും ക്ഷണക്കത്തുകളും അച്ചടിച്ചതിന്റെ പേരിൽ 6 കോടി രൂപയ്ക്ക് മുകളിൽ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് അത് സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്നു. അതും ഈ ദുരന്തം കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴായിരുന്നു ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കിയത്. ഈ രീതിയിൽ വലിയൊരു ദൂർത്തിന്റെ കഥകൾ തന്നെയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് 145 കോടി രൂപ എങ്ങനെ ചെലവഴിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ഒരു കണക്കും ഇതുവരെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. മാത്രമല്ല മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോഴും ഈ തുകയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു വശത്ത് ദൂർത്ത് ഇങ്ങനെ ഏകദേശം തുറന്നുകൊണ്ടിരിക്കുകയാണ്. മറുവശത്താണ് വിനോദ് സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു, KSRTCയിൽ ശമ്പളം മുടങ്ങുന്നു, പെൻഷൻ മുടങ്ങുന്നു, അതുപോലെ തന്നെ കാരുണ്യ പദ്ധതിക്ക് നൽകാൻ പണമില്ല, കോടികളുടെ കുടിശ്ശിക കാരുണ്യ പദ്ധതിയിൽ നിലനിൽക്കുന്നു. സ്വകാര്യ ആശുപത്രികൾ ഇനി ചികിത്സ നൽകില്ല എന്ന് പറയുമ്പോഴാണ് 50 കോടിയും 100 കോടിയും ഒക്കെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പോലീസിന് പോലും പണം നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ധനവകുപ്പ്. പോലീസ് മേധാവി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ പണം അനുവദിക്കുന്നില്ല. ഇത് കാരണം പുതിയ വാഹനങ്ങൾ പോലും പോലീസിന് വാങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പലതവണ കത്ത് നൽകിയെങ്കിലും അവശ്യ മരുന്നുകൾ വാങ്ങുന്നതിലും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു. ഈ രീതിയിൽ അവശ്യ വേണ്ട വസ്തുക്കൾക്കൊന്നും പണം നൽകാതെയാണ് ലോക കേരള സഭ പോലുള്ള ദൂർത്ത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും സർക്കാരിൻ്റെ ധൂർത്ത് തുടരുകയാണ്. ലോക കേരള സഭയുടെ പേരിലാണ് ഇപ്പോൾ വീണ്ടും 3 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ശമ്പളം നൽകാൻ പോലും പ്രയാസപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ സർക്കാർ ധൂർത്ത് തുടരുന്നത്. അതിൻ്റെ രേഖകളാണ് പുറത്തുവിടുന്നത്. ആർ രാജീവാണ് ഈ വാർത്തകൾ പങ്കുവച്ചത്.